വലിയ സ്പേസാണ് ഇവിടെ, ഒരുപാട് വലിയ സ്പേസാണ്. സോസ് ഭയങ്കര ഹെവിയാണ് കേട്ടോ. ചോക്ലേറ്റ് മിക്സാണ് നല്ല. അങ്ങനെ നമ്മളിപ്പം അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ അഹമ്മദാബാദ് വിട്ടിട്ട് മെഹ്സാന എന്ന് പറയുന്ന ഗുജറാത്തിൻ്റെ ഉള്ളിലുള്ളൊരു ഡിസ്ട്രിക്റ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് ഈ ട്രെയിന് ഇത് എവിടെയെന്ന് വെച്ചാൽ നമ്മളെ അഹമ്മദാബാദ് ടു ഗ്വാലിയർ പോകുന്ന ട്രെയിനാണ്. ഗ്വാലിയർ പോകുന്ന ട്രെയിനിൽ നമുക്ക് ആദ്യത്തെ എക്സ്പ്രസ് ആണിത്. അപ്പോൾ ഇവിടെ നിന്ന് ഏതാണ്ട് 4:55 എടുക്കുന്ന ട്രെയിന് അവിടെ എത്തുമ്പം 6:30 എന്തോ എത്തുന്നുണ്ട്. 6:30 മണിക്കൊക്കെ ആകുമ്പോൾ നമുക്ക് അവിടെ എത്തും. ഒരു 1.5 മണിക്കൂർ ജേണിയാണ് ഇവിടെ നിന്ന്, കുറച്ച് ലോങ് ആണ്. അപ്പോൾ ഈ വഴിയിലുള്ള കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് നേരെ till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays, and on and on. അങ്ങനെ ഞങ്ങൾ 4:55 അവിടെ നിന്ന് എടുത്ത ട്രെയിനായിരുന്നു. അത് ഇവിടെ വന്നപ്പം ഇപ്പം 6:30 മണിയായി. ആക്ച്വലി 1 മണിക്കൂർ എന്ന് പറഞ്ഞു, പക്ഷേ 1.5 മണിക്കൂർ കൂടുതൽ ട്രാവലേ ഉണ്ടായിരുന്നു. ഇത് മെഹ്സാന ഒരു വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ ഒരു നാട്ടുപുറത്തുള്ളൊരു നോർമലി വലിയ സ്റ്റേഷൻ, അങ്ങനെയുള്ളൊരു സ്റ്റേഷനാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് ഇറങ്ങി ഇനി പുറത്തോട്ട് പോവുകയാണ്. ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട് റൂം. ഇപ്പോൾ റൂമും വിശേഷം എങ്ങനെയാണെന്നൊക്കെ അങ്ങോട്ട് പോയി നോക്കാം. അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഇവിടെ റൂമിൽ ഹോട്ടലിലോട്ട് വന്നു. ഹോട്ടൽ നേരത്തെ ഞാൻ ബുക്ക് ചെയ്തിരുന്നു. സംഭവം എന്ന് വെച്ചാൽ മേക്ക് മൈ ട്രിപ്പ് വഴിയാണ് ബുക്ക് ചെയ്തത്. അവിടെ ഇതൊരു 1000 രൂപ വരുന്നതാണ്. പക്ഷേ 1000 രൂപ ആണെങ്കിലും വലിയ സ്പേസാണ് ഇവിടെ, ഒരുപാട് വലിയ സ്പേസാണ്. ഇവിടെ ഡബിൾ ഒക്കുപ്പൻസിയാണ് 2 പേർക്ക് ഉള്ളതും, അപ്പുറത്ത് സിംഗിൾ ബെഡുമാണ്. അപ്പോൾ നമുക്ക് 4 പേർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വലിയ റൂമാണ്. ഒരുപക്ഷെ അവരിപ്പം ഗസ്റ്റുകൾ കുറവായതുകൊണ്ടായിരിക്കും നമുക്ക് ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നത്. എന്തായാലും നല്ല സൗകര്യമുണ്ട് റൂമും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മളിവിടെ മെഹ്സാന വന്നിട്ട് ഫുഡ് തേടി നോക്കി ഇറങ്ങിയെങ്കിലും സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ പോയി നോക്കുമ്പോൾ മൊത്തം ലോറിയും ട്രക്കുകളൊക്കെ ഒതുക്കുന്ന ഹൈവേ ആണ്. ഇത് മുംബൈ ഹൈവേ ആണ്. അപ്പം അത് കിട്ടുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് ഫുഡുകളും. അപ്പോൾ നമ്മൾ നോർമലി ഒരു കടയിൽ കയറി അവിടെ എന്താണെന്ന് വെച്ചാൽ റൊട്ടിയും ഡാൽപാലക്കും അതിൻ്റെ കൂടെ തന്നെ പിന്നെ എന്ന് വെച്ചാൽ ചാസ, നമ്മൾ നേരത്തെ വ്ളോഗിൽ കണ്ടില്ല, നമ്മൾ അവിടുത്തെ മോര് തന്നെയാണ് ചാസ. അതിവിടെ എല്ലാ ഡ്രിങ്കിനും ഇവിടെ എല്ലാവരും അതിൻ്റെ ഫുഡിൻ്റെ കൂടെ കൊടുക്കുന്നത് ചാസയാണ് മെയിനായിട്ടും. അപ്പോൾ അതും കൂടെയാണ് കഴിച്ചത്. ജസ്റ്റ് ഈ ചെറിയ ഐറ്റമേ കഴിച്ചുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ കഴിച്ചിട്ടൊക്കെ ഇവിടെ റൂമിൽ വന്നു. നമ്മളിവിടെ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ ഇവിടെ മെഹ്സാന വന്നതൊരു മെയിൻ കാര്യത്തിനായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ വ്ളോഗിൻ്റെ അവസാനം മെയിനായിട്ട് പറയാനുള്ള കാര്യം, ഇവിടെ ഒരു മെയിൻ സ്ഥലം കാണാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നത്. ഇവിടെ അവിടെ നിന്ന് തന്നെ പ്ലാൻ ഉണ്ടായിരുന്നു ഒരു സ്ഥലത്തോട്ട് പോകണമെന്ന്. അത് എന്തായാലും വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ പറ്റും. വരുന്ന എപ്പിസോഡുകളല്ല, അടുത്ത എപ്പിസോഡിൽ കാണാൻ നിങ്ങൾക്ക് എന്താണ് എന്നുള്ളത്, എന്തിനാണ് ഇവിടെ മെഹ്സാന വന്നു എന്നുള്ളത്. അപ്പോൾ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുകയായിരുന്നു അവിടെ വന്ന് പോകണം, കാണണം എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഇങ്ങനെ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാം കൂടെ വരുന്നു എന്നുള്ളതാണ് സന്തോഷം. നിങ്ങളുടെ സപ്പോർട്ടും കാരണം കമൻറ്റുകളും എല്ലാവരും വലിയ സപ്പോർട്ടാണ് തരുന്നുണ്ട്. നല്ല സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ നമ്മളിങ്ങനെ നോർത്ത് നിന്ന് ട്രിപ്പൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ കണ്ട അഭിപ്രായം പറയുമ്പോൾ 1 മിനിറ്റ് കോൾ വരുന്നുണ്ട്. ഫുഡ് ഞങ്ങൾ അതിൽ തികയാത്തതുകൊണ്ട് ഫുഡ് ഞങ്ങൾ പറഞ്ഞില്ല ലൈറ്റായിട്ടേ കഴിച്ചുള്ളൂ. അതുകൊണ്ട് സൊമാറ്റോയിൽ ഓർഡർ ചെയ്തത് ഫുഡ് വന്നിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഫുഡ് വാങ്ങിയിട്ട് വന്ന് സംസാരിക്കാം. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സംഭവം വന്നു കഴിഞ്ഞു. നല്ല വിശപ്പുണ്ടായിരുന്നു. സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ സംസാരിച്ചു വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രാവൽ കാണാനും അല്ലെങ്കിൽ ഒരുപക്ഷെ കമൻറ്റ് ചെയ്യാനോ കാണുള്ളപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. അതിനൊരു പ്രത്യേക താങ്ക്സ് പറഞ്ഞുകൊള്ളുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വന്ന സ്ഥിതിക്ക് നമുക്ക് എല്ലാവരും കൂടെ തന്നെ ഈ ഫുഡും എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഞാൻ ഓർഡർ ചെയ്തിരുന്നത് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ വെജിറ്റേറിയൻ ബർഗറാണ്. നമ്മളെ ഒരുവിധം ഫേമായിട്ടുള്ള മക്കാലു ടിക്ക അതിൻ്റെ ബർഗറാണ് ഓർഡർ ചെയ്തിരുന്നത്. ബർഗറുണ്ട്, പിന്നെ 2 കോക്ക്. ഇത് കോംബോ ആണ്, ഒരു കോംബോ മാക്ഡൊണാൾഡ്സിൽ ഓർഡർ ചെയ്തിരുന്നതാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്താണെങ്കിലും പൊട്ടിച്ച് നോക്കാം. പിന്നെ അതിൻ്റെ സ്ട്രോ എല്ലാം കൂടെ കിട്ടിയിട്ടുണ്ട്. എനിക്കും നമ്മളെ നവനീതിനും വേണ്ടിയിട്ടാണ്. പിന്നെ എന്താ നമ്മൾ നോൺ വെജ് ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ ട്രാവലിംഗ് ആയതുകൊണ്ട് റിസ്ക്, ഇനി വയറിന് റിസ്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത് ഓർഡർ ചെയ്യാനുള്ള കാരണം. ഇനി നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ നോക്കാം. എന്തായാലും നമുക്ക് ഫുഡ് ലവേഴ്സ് ഒരുപാട് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളെ ഫുഡിൻ്റെ കാര്യം മെയിനായിട്ടുള്ള കാര്യം ആയതുകൊണ്ട് നമുക്ക് ഇതെങ്ങനെയാണെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് പൊട്ടിച്ചൊക്കെ നോക്കാം.
ടിഷ്യൂ. ബർഗർ 1, ബർഗർ 2, ഫ്രഞ്ച് ഫ്രൈസ് തണുത്തു പോയോ? ഇങ്ങനെ ഇതായിട്ടുണ്ട്, മറിഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. പിന്നെ കെച്ചപ്പ്. ഓക്കെ, കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പ് കൂടെ തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ കോക്ക് ഇവിടെ ഉണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ പിന്നെ അതിൻ്റെ കോമ്പോക്കെ ആയിട്ട് കൂടെ തന്നിട്ടുള്ളത് മക്ഫ്ലറി ഉണ്ട് ഇവിടെ. 1, 2 എല്ലാം 2 പീസാണ്. എനിക്ക് നവനീതിന് വേണ്ടി. പിന്നെ പുള്ളിയും വെജിറ്റേറിയൻ ആണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ വെജ് ഓർഡർ ചെയ്യാനുള്ള മെയിൻ കാര്യം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കഴിച്ചൊക്കെ നോക്കണം. അങ്ങനെ നമുക്ക് ബർഗർ ഒന്ന് തിരിച്ചു നോക്കാം. ബർഗർ കിങ് കമ്പാരിറ്റീവ്ലി കൊള്ളാമെന്ന് പറയുന്നുണ്ട്. എങ്ങനെ നമുക്ക് കഴിച്ചൊക്കെ നോക്കുമ്പോഴേ അറിയുള്ളൂ. ഇപ്പോൾ മക്ഡൊണാൾഡ്സ് ഇടയ്ക്ക് കുറച്ച് പെർഫോമൻസ് മോശമാകുമെന്നൊക്കെ അറിഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ മക്കാലു ടിക്ക ബർഗർ നോക്കുവാണെങ്കിൽ, വെജ് ബർഗർ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് സോസ് ഭയങ്കര ഹെവിയാണ് കേട്ടോ. നോർമലി ഇത് കേട്ടിട്ടുണ്ട്, അതാണ് ഞാൻ പറയാൻ കാര്യം. സോസ് ചില ദിവസങ്ങളിൽ ടൊമാറ്റോ വയ്ക്കാറുണ്ട്. ഇന്ന് ഉള്ളിയും ടൊമാറ്റോ, ഇന്ന് ഉള്ളിയും ഇത് ക്യാപ്സിക്കം ഉപ്പിലുള്ളതാണ് എന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ പാറ്റി, പിന്നെ ബ്രെഡ്. ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം, കഴിച്ചൊക്കെ നോക്കാം. പാറ്റി അറിയാമല്ലോ, നമുക്കൊരു ദിവസം ഇത് ചെയ്ത് കാണിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഇത് ഞാൻ ചെയ്ത് കഴിച്ചിട്ടുണ്ട്, വീട്ടിൽ തന്നെ ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പം തന്നെയാണ്. മാക്ഡൊണാൾഡ്സിൻ്റെ അതേ ടേസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേ ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല, അവർക്ക് അവരുടെ സിഗ്നേച്ചർ ഉണ്ട്. എന്നാലും നമുക്ക് ഏതാണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് സിമ്പിൾ തന്നെയാണ്, വളരെ ഈസി ആയിട്ട്. കുറച്ച് എന്താ പറയാനായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങും നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഒരു ബർഗറൊക്കെ, നിങ്ങൾ നോക്കിയാൽ അറിയാം. അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ചെയ്തിട്ടുണ്ട്, പഴയ എപ്പിസോഡുകൾ നോക്കിയാൽ അറിയാം. ഇതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളെ പൊട്ടറ്റോ, അതാണ് ആലു ടിക്ക. ആലു എന്ന് പറയുമ്പോൾ ഇതാണല്ലോ, പൊട്ടറ്റോ ആണല്ലോ. ഉരുളക്കിഴങ്ങും നമ്മളെ ഗ്രീൻ പീസ് ഒക്കെ ഉണ്ടല്ലോ, ഗ്രീൻ പീസും അതുപോലത്തെ ഇട്ടിട്ടുള്ള ചെറുതെന്ന് നോക്കട്ടെ. നോക്കിയാണ്, അത് വേറെ ഒന്നുമില്ല, ചെറിയ സംശയം കൊണ്ട് നോക്കിയാണ്. നമ്മളെ ഉരുളക്കിഴങ്ങും നമ്മളെ ഗ്രീൻ പീസൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത്, എന്നിട്ട് അതിന് ശേഷം നമ്മൾ മൈദ അതുപോലെ പിന്നെ നമ്മളെ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഇതിൻ്റെ പാറ്റി. ഇതവിടെ കാണാൻ പറ്റും. കാരണം നോൺ വെജ് എല്ലാവർക്കും അറിയാം, ബീഫും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളത് ഒരുപാടുണ്ട്. പക്ഷേ ഈ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്, നമുക്കിനി കഴിക്കാം. കൊള്ളാം. ഞാൻ കണ്ടപ്പോൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നമ്മളെ ഇത് കൂടുതലാണ്. എന്ന് വെച്ചാൽ നമ്മളെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഈ ഇതുണ്ടല്ലോ, ഈ സോസ് എന്ന് പറയുന്നത് ഇത് മിക്സഡാണ്. മിക്സഡ് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോഴും ശരി, എഗ്ലെസ് മയോണൈസിൻ്റെ എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്, വേണമെന്നുള്ളവർ പോയി കാണുക. മയോണൈസും നമ്മളെ ഇതുണ്ടല്ലോ കെച്ചപ്പും, അതുപോലെ ടൊമാറ്റോ കെച്ചപ്പും പിന്നെ ചില്ലി സോസും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇതായി കാണുന്നത്. അടിപൊളി, ഓക്കെ, കൊള്ളാം, നല്ല ഫുഡാണ്. ഫ്രഞ്ച് ഫ്രൈസ് എന്താണെന്ന് അറിയില്ല, മൊത്തം ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം, നല്ല ഇതായിട്ടുണ്ട്, കറക്റ്റ് കുഴകുഴന്നായിട്ടുണ്ട്. ആ ഒരു ക്രിസ്പിനെസ് പോയിട്ടുണ്ട്. എന്താണെങ്കിലും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് വെച്ച് കഴിക്കാം. ഫ്രഞ്ച് ഫ്രൈസ് ക്രിസ്പി ഉണ്ടെങ്കിൽ അടിപൊളി. ഇത് കെച്ചപ്പ് വെച്ച് കഴിച്ചപ്പോൾ കുഴപ്പമില്ല. ഇത് മക്ഫ്ലറി അവരെന്തെന്നൊക്കെ കൊണ്ടുവരുന്നത് നമ്മളിവിടെ നോക്കണം. എന്ത് ഡെലിവറി പോലും മാക് ഡെലിവറി, മാക്ഡൊണാൾഡ്സ്, അവർ അതിൻ്റെ ആ ഒരു ലേബൽ എല്ലാ സ്ഥലത്തും കൊണ്ടുവരും. എല്ലാം എവിടെ നോക്കിയാലും മാക് ഡെലിവറി, മാക്ഡൊണാൾഡ്സിനപ്പോൾ അത് തന്നെ മാക് ഡെലിവറി, അതുപോലെ തന്നെ മക്ഫ്ലറി, അതുപോലെ എല്ലാ പേരിലും അവരവരുടെ ബ്രാൻഡ് അവർ കൊണ്ടുവരും. മാക്സിമം പരസ്യം ഇതാവുന്നുണ്ട്. നമുക്ക് പൊട്ടിക്കായത്. ഓ, നല്ല ഇതായിപ്പോയി, മെൽറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആ ഒരു ക്രീമിനെസ് പോയി, നോർമലി ഉള്ള ആ ഒരു ക്രീമിനെസ് പോയി. കഴിച്ചു നോക്കാം. സ്പൂണൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ. ഇത് ബ്രാൻഡിൻ്റെ ആ ഒരു ക്വാളിറ്റി ഉണ്ട്, ഇവിടെ നോക്കി അറിയാം. ചോക്ലേറ്റ് മിക്സാണ്, നല്ല കൊള്ളാം. അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് കുറച്ച് ലൈറ്റായിട്ട് കഴിച്ചെങ്കിലും ഇത് ഓർഡർ ചെയ്ത ഫുഡ് കൊള്ളാം, വലിയ കുഴപ്പമില്ല, നല്ല ഭക്ഷണം തന്നെയാണ്. അപ്പോൾ ഞാനിനി ഒരുപാട് പറഞ്ഞു കിട്ടുന്നില്ല. ഇപ്പോൾ നമ്മുടെ എപ്പിസോഡ് സിമ്പിൾ എപ്പിസോഡായിരുന്നു, പക്ഷെ നമ്മൾ
ഒരു മെയിൻ കാര്യമായിട്ടാണ് ഇവിടെ മെഹസാന വന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ കൂടെ തന്നെ സഞ്ചരിക്കുക. അടുത്ത എപ്പിസോഡിൽ ഒരു അടിപൊളി എപ്പിസോഡായിട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, വരുന്ന എപ്പിസോഡ് കാത്തിരിക്കുക. അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ വന്നു ചേരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം. സെലിബ്രേറ്റ് ലൈഫ്. സീ യു നെക്സ്റ്റ് എപ്പിസോഡ്. ടിൽ ദെൻ ഗുഡ് ബൈ ഫ്രം Rejith Thampi.